പാചകകലയുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പച്ച അരിപ്പൊടിയും അതിൽ ഒരു മുട്ട ചേർത്തതാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ ആ ചട്ടിയിൽ പറ്റി പിടിക്കില്ല, നന്നായിട്ട് ദോശയായിട്ട് കിട്ടും. ഇനി നമുക്ക് ചമ്മന്തിയും ചേർത്ത് കഴിക്കാം. ഇതാണ് അത്. പച്ച അരിപ്പൊടി ഞാനൊരു ഗ്ലാസ് പച്ച അരിപ്പൊടിയാണ് എടുത്ത് ഒരു മുട്ട ഇതിലേക്ക് ചേർത്തു. ഇതിപ്പോൾ ഒരുപാട് ഉള്ളതിന് ഒരു മുട്ട ചേർത്താൽ മതിയാവും, പക്ഷേ ഞാനിപ്പോൾ അത് ഒരു മുട്ട ചേർത്തിരിക്കുകയാണ്. ഇനി ഞാനിത് സ്റ്റവ് ഓൺ ചെയ്യുന്നു. സ്റ്റവ് ഓൺ ചെയ്യുകയാണ്. സ്റ്റവ് ഓൺ ചെയ്തു. അവിടെ നമ്മൾ ദോശയുടെ ചട്ടി വെച്ചിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതെന്താണ്? പച്ച അരിപ്പൊടി, അതിൽ ഒരു മുട്ട ചേർത്തു. ഇത് ചൂടായി വന്നു. നമ്മളെ ദോശച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് ഇതിങ്ങനെ ഒഴിക്കുന്നു. ദോശയുടെ മാവ് ഒഴിക്കണം. ഇങ്ങനെ ഇൻസ്റ്റൻറ്റ്, അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു ദോശയാണ്. ഫുള്ളായിട്ട് നമുക്ക് ഒഴിക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഇതൊന്ന് അടച്ചു വെക്കലുണ്ട്. അടച്ചു വെക്കാം. ഞാനിത് അതിൻ്റെ അടപ്പ് തുറന്നു. നമ്മൾ പച്ചരിപ്പൊടി ഇതാക്കിയുണ്ട്. ദോശ ആ മുട്ട ചേർത്ത് നമ്മളുണ്ടാക്കിയതാണ്. ഇൻസ്റ്റൻറ്റ്, വളരെ പെട്ടെന്ന്. അതായത് പച്ചരിപ്പൊടി, അതിൽ മുട്ട ചേർക്കുക, ഉണ്ടാക്കുക. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പച്ച അരിയും അതുപോലെ ഉഴുന്നും കൂടെ ചേർത്തിട്ട് നമ്മൾ 4 മണിക്കൂർ പുതർക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് 7 മണിക്കൂർ നമ്മളത് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെക്കണം. 7 മണിക്കൂറും കൂടെ വെച്ചതിൻ്റെ ശേഷം പിന്നീടാണ് നമ്മൾ ആട്ടണം. അത് ആട്ടിയതിൻ്റെ ശേഷം, ഇതിപ്പോൾ അതൊന്നും വേണ്ട. ഞാനിപ്പോൾ ചെയ്തത് പച്ചരിപ്പൊടിയിൽ മുട്ടയും കൂടെ ചേർത്ത് ആട്ടി ഇതേപോലെ ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് എവിടെയും ഒട്ടിപ്പിടിക്കുന്നില്ല, നന്നായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് ഇനി ഉണ്ടാക്കാം. ഇനി ഞാൻ ഇത് ചമ്മന്തിയും കൂട്ടി കഴിക്കുകയാണ്. ചമ്മന്തി ഇതാണ്. അത് ഉള്ളി, മുളക്, വെളിച്ചെണ്ണ, ഉപ്പ് അതുകൊണ്ട് അരച്ചുണ്ടാക്കിയതാണ്. അതാണ് ഈ ചമ്മന്തി. ദോശയ്ക്ക് വളരെ നല്ലതാണ് ഈ മുളക് ചമ്മന്തി എന്ന് പറയുന്നത്. അത് നമ്മൾ സ്വല്പം ആക്കിയിട്ട് നന്നായിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ചെറിയ വീഡിയോ. പക്ഷേ ഇത് വളരെയധികം ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഇത് എനിക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ചെന്നു, ദോശ ഉണ്ടാക്കി അവർ തന്നു. ദോശ പറഞ്ഞപ്പോൾ ദോശ തന്നു. അപ്പോൾ എനിക്ക് നല്ല സ്വാദ് തോന്നി. പിന്നീട് ഞാൻ രണ്ടാമതും ചെന്ന് വീട്ടിൽ ഈ സാധനം വാങ്ങിയാണ്ട് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ എനിക്ക് അപ്പോഴും നല്ല രസമായിട്ട് തോന്നി. പിന്നീട് ഞാൻ മൂന്നാമത് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് എന്താണ് ഇതിൽ ചേർത്തത് എന്ന് ചോദിച്ചു. അവൻ മുട്ടയാണ് എന്ന് പറഞ്ഞു. മുട്ട പൊതുവേ ഞാൻ കഴിക്കാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മുട്ടയും ചേർത്തുണ്ടാക്കുകയാണ്. തൽക്കാലം ഞാനൊന്ന് കഴിച്ചു, ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ. ഞാൻ ഇറച്ചിയും മുട്ടയൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇൻസ്റ്റൻറ്റ് ദോശ അതാണ്. ഇത്രയാണ് നമ്മളുടെ ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത്. ഓക്കെ.